ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്നൊരു സംഭവമാണ്. ഇന്നലെ രാത്രി നടന്ന സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിജോയും അതോടൊപ്പം തന്നെ അഭിഷേക് എസും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. കൂടെ അർജുനുമുണ്ട്. അവരുടെ ചർച്ച മൊത്തം ജിൻഡോയെക്കുറിച്ചാണ്. കാരണം ഇന്നലെ രാവിലെ നടന്നൊരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് നേടുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പം സെക്കൻഡ് പ്രൈസ് ആയിട്ട് ആരുണ്ടാകണം എന്നുള്ള ചോദ്യമായിരുന്നു ബിഗ് ബോസ് കൊടുത്തത്. അതനുസരിച്ച് സിജോ വന്ന് പറഞ്ഞത് ജിൻഡോയുടെ പേരാണ്. ജിൻഡോ ആയിരിക്കും എൻ്റെ സെക്കൻഡ് പ്രൈസ് മേടിച്ച് എൻ്റെ കൂടെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അതിനകത്ത് പുള്ളി പറഞ്ഞത്, അതായത് ജിൻഡോ ഇവിടെ കാണിക്കുന്നത് ഒരു ചീഞ്ഞ സാധനം കൊണ്ടുവന്നൊരു മേശയെ വെക്കും. മേശയെ വെച്ചതിന് ശേഷം ആ ഒരു ചീഞ്ഞ സാധനം മറ്റു മത്സരാർത്ഥികളൊക്കെ കയറി അത് ബഹളമുണ്ടാക്കുമ്പോൾ ഈ ചീഞ്ഞ സാധനം ജിൻഡോ എടുത്തു മാറ്റിയിട്ട് അവരുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ എന്താണോ അതേ കയറി പിടിച്ചുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നു, മണ്ടത്തരങ്ങൾ കൊണ്ട് നിന്ന് പോകുന്നു. ഫിസിക്കലായിട്ട് മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു വിഷയം ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറ്റാക്കാണ് അവിടെ എടുത്തിട്ടത്. അത് മറ്റു മത്സരാർത്ഥികൾക്ക് മനസ്സിലായി. അതുപോലെ അഭിഷേകിന് മനസ്സിലായി. അഭിഷേക് നേരെ ജിൻഡോയോട് ചോദിച്ചു, നിങ്ങൾ എന്താ അത് പ്രതികരിക്കാതെ എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ സിജോ പറയുന്ന കാര്യം ഇതാണ്, ഞാൻ പുള്ളിയുടെ ഒന്ന് എടുത്തിട്ട് നോക്കിയതാണ്, പുള്ളി എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ സിജോ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് തന്നെയാണ്, ജിൻഡോ എങ്ങനെയും പുറത്താക്കുക. കാരണം ജിൻഡോയെ എന്തെങ്കിലും പ്രകോപ് ചെയ്തതിന് ശേഷം ജിൻഡോ അടിക്കുകയോ വിഷയം ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജിൻഡോയെ പുറത്താക്കുക, ജിൻഡോയുടെ വായിൽ നിന്ന് മോശമായിട്ടുള്ള വാക്കുകൾ വരുത്തിക്കുക, എന്നിട്ട് പുള്ളിയെ പുറത്താക്കുക എന്ന രീതിയിലാണ് അവിടെ സിജോ കളിക്കുന്നത്. എന്തുമായാലും സിജോയുടെ ഒരു പ്ലാനിങ് തന്ത്രങ്ങളൊക്കെ വെറും മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ പുള്ളി കാട്ടുതീ കത്തിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നെങ്കിലും കാട്ടുതീ കത്തിക്കുമോ അതോ അണഞ്ഞു പോകുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം പുള്ളി കൊളുത്തുന്ന പലതും അണഞ്ഞു പോയിക്കൊണ്ടിരുന്നേ ഇരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ നടക്കുമെന്ന്. കൂടുതൽ ബിഗ് ബോസിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഈ ചാനലുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്.